നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നന്നായി പഠിക്കുന്ന കോഴിക്കോട് ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി പൊടുന്നനെ മരണപ്പെട്ടിരിക്കുന്നു. ഇതിന് പിന്നിലെ കാരണം അന്വേഷിച്ചിറങ്ങിയ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു പ്രണയച്ചതി തന്നെയാണ്. താൻ വിശ്വസിച്ച് പ്രണയിച്ച കാമുകന് മറ്റൊരു ഭാര്യയും കുട്ടികളുമുണ്ടെന്നുള്ള തിരിച്ചറിവും അതിന് പിന്നാലെയുള്ള ഭീഷണിപ്പെടുത്തലും ഒക്കെ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് കലാശിച്ചത് എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് പ്രചരിക്കുന്നത്. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ആൺ സുഹൃത്തിനെ തേടി പോലീസ് വലവിരിക്കുന്നു. കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനി വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ആൺ സുഹൃത്തിനെ തേടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 3:30 വാടക വീട്ടിൽ 3ാം സെമസ്റ്റർ വിദ്യാർത്ഥിനി തൃശൂർ പവറട്ടി മൗസ മൊഹസിൻ എന്ന 20-കാരി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൗസയുടെ സുഹൃത്ത് പ്രണയം നടിച്ച് കെണിയിൽപ്പെടുത്തിയതായി പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. യുവാവുമായി സൗഹൃദം തുടങ്ങിയ ശേഷം മറ്റുള്ളവരുമായിട്ടുള്ള അടുപ്പമൊക്കെ തന്നെ മൗസ കുറച്ചിരുന്നു. ഒരുപക്ഷെ ഇയാൾ വിലക്കിയതായിരിക്കാം. ഇയാളുടെ ടോക്സിക് ആയിട്ടുള്ള ബന്ധം മൗസയുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരിക്കാമെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നലെ സഹപാഠികളായിരുന്ന 6 പേരെയാണ് പോലീസ് ചോദ്യം ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൺ സുഹൃത്തിന് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുന്നത്. മൗസയുടെ മരണത്തിന് ശേഷം ഇയാളെ കാണുവാനില്ല, ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസും പറയുന്നത്. എന്നാൽ ഏറെ ദുരൂഹമായി നിൽക്കുന്ന ഒരു വിഷയം, മരണത്തിന് തൊട്ട് മുൻപ് വരെ ഇയാളുമായി മൗസ ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ആ മൗസയുടെ ഫോണും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൗസ മരണപ്പെടുന്നതിന് തലേ ദിവസം ഈ ഫോൺ യുവാവ് കൈക്കലാക്കി എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത്. മൗസയുടെ മരണത്തിലുള്ള ദുരൂഹത ആരോപിച്ചുകൊണ്ട് കുടുംബമടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച രാവിലെ ക്ലാസ്സിലുണ്ടായിരുന്ന മൗസ മെഹ്റിസ പിന്നീട് ക്ലാസ്സിൽ നിന്നിറങ്ങി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സഹപാഠിയുമായി ക്യാമ്പസിലിരുന്നു. ഇരുവരും സംസാരിച്ചിരിക്കുന്നത് മറ്റ് വിദ്യാർത്ഥികളൊക്കെ തന്നെ കണ്ടതായിരുന്നു. എന്നാൽ പിന്നീട് ഉച്ചയ്ക്കൊരു 3-3:30 മൗസ താമസിക്കുന്ന സ്ഥലത്തെത്തി. തൊട്ടടുത്ത മുറിയിലുള്ള വിദ്യാർത്ഥി എത്തിയപ്പോഴാണ് മൗസയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോവൂർ സ്വദേശിയായ ആൺ സുഹൃത്താണ് മൗസയെ കെണിയിൽപ്പെടുത്തിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മൗസയുടെ ഫോൺ അടക്കം ഇയാൾ കൊണ്ടുപോയതാണോ എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇയാൾക്കൊരു ഭാര്യയുണ്ടെന്നും കുട്ടികളുണ്ടെന്നും മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട്. ലോ കോളേജിന് സമീപത്തെ കടയിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു മൗസ കോവൂർ സ്വദേശിയായ യുവാവിനെ പരിചയപ്പെട്ടത്. പിന്നീട് ഈ പരിചയം സൗഹൃദം പ്രണയമായി മാറിയെന്നും സൂചനയുണ്ട്. വിവാഹിതനായ ഇയാൾ ഇക്കാര്യം മറച്ചുവെച്ചാണ് മൗസയുമായി അടുപ്പം സ്ഥാപിച്ചത്. ഇയാളുമായി പരിചയത്തിലായതോടെ മൗസ അതുവരെ നോക്കിയിരുന്ന ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. മരണപ്പെട്ടതിൻ്റെ തലേ ദിവസം ഇയാൾ മൗസയുടെ വീട്ടിൽ വിളിച്ചതായും വിവാഹിതനും കുട്ടികളുടെ പിതാവാണെന്ന് അറിയിച്ചതായും ഒക്കെ തന്നെ സൂചന ലഭിക്കുന്നുണ്ട്. അതിനുശേഷം മൗസ മറ്റൊരു ഫോണിൽ നിന്നും വീട്ടുകാരെ വിളിച്ച് ഫോണിന് കംപ്ലൈൻ്റ് ഉണ്ടെന്നും ഇനി വിളിച്ചാൽ കിട്ടില്ല, നന്നാക്കിയ ശേഷം താൻ തന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഫോൺ വെച്ചത്. മൗസയുടെ വീട്ടിലേക്ക് വിളിച്ചതിൻ്റെ ഫോൺ റെക്കോർഡ് അടക്കം ഇയാൾ തന്നെ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു. അതിനുശേഷം ഇയാൾ പെൺകുട്ടിയുടെ താമസ സ്ഥലത്തെത്തി ഫോൺ കൈവശപ്പെടുത്തിയെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതായത് പെൺകുട്ടിയെ പരമാവധി വേദനിപ്പിക്കുന്ന രീതിയിലും മാനസികമായി തകർക്കുന്ന രീതിയിലുമുള്ള പ്രവൃത്തി ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെയാണ് പോലീസും സംശയിക്കുന്നത്. ഒരുപക്ഷെ ഇയാൾ വിവാഹിതനും അതുപോലെ കുട്ടികളുടെ പിതാവുമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ മനോവിഷമം തന്നെ ആയിരിക്കാം മൗസയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഒളിവിലുള്ള ഇയാളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.